കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം എന്ത് എന്നറിയുന്നതിന് ഇനി 4 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. മെയ് 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. മെയ് 4-ാം തീയതി ഏതാണ്ട് ഇതേ സമയമാകുമ്പോഴേക്കും ഏതാണ്ട് ചിത്രം വ്യക്തമാകും എന്ന് തന്നെ മനസ്സിലാക്കാം. കൃത്യമായൊരു തരംഗമുണ്ട് എങ്കിൽ ആര് അധികാരത്തിലേക്ക്, അതല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം എങ്കിൽ എങ്ങനെയായിരിക്കും ക്ലൈമാക്സ്, അങ്ങനെയൊക്കെയുള്ള ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയായിരിക്കും മെയ് 4-ാം തീയതി കടന്നു പോവുക. അതേസമയം ഇന്നലെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ പശ്ചാത്തലം, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലെ 2ാം ഘട്ട വോട്ടെടുപ്പോട് കൂടിയാണ് 5 സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായത്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത്. എല്ലാ എക്സിറ്റ് പോളും വിജയം പ്രവചിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ ആണ് ഇപ്പോൾ UDF എന്നതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമല്ല എങ്കിലും വലിയ ജനവിരുദ്ധ തരംഗം ഇല്ല എന്ന വിലയിരുത്തൽ LDF-നുണ്ട്. അതുമാത്രവുമല്ല, എക്സിറ്റ് പോളുകളിൽ പലതും വിജയത്തിനടുത്ത് അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് അടുത്ത് സീറ്റുകളെന്ന് പ്രവചിക്കുമ്പോൾ അതിനെ മറികടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം ആണ് ഇപ്പോഴും LDF പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതേസമയം BJP ആകട്ടെ എല്ലാ എക്സിറ്റ് പോളുകളിലും നില മെച്ചപ്പെടുത്തിയേക്കും എന്ന സൂചനകളും നൽകുന്നുണ്ട്. ഈ തരത്തിൽ ആണ് ഇപ്പോൾ മുന്നണികൾ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, തീർച്ചയായും രാഷ്ട്രീയ തലസ്ഥാനം കൂടിയാണല്ലോ തിരുവനന്തപുരം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ചർച്ചകൾ, നീക്കങ്ങൾ എല്ലാം ഈ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പോഴിതാ എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷം മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും ഒക്കെ ഒരു പൊതുപ്രതീക്ഷയും ആത്മവിശ്വാസവും ഒക്കെ ഏത് തരത്തിലാണ് അരുൺ? കോൺഗ്രസ് വലിയ പ്രതീക്ഷയാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്ന, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ അവർ വിജയം സുനിശ്ചിതമെന്ന് അവർ വിശ്വസിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും UDF മേൽക്കൈ പ്രവചിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം, വലിയ ആഹ്ലാദത്തിലുമാണ് UDF ക്യാമ്പ്. ഒരുപക്ഷെ പലയിടങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ UDF പ്രവർത്തകർ അവരുടെ ആവേശപ്രകടനം, ആഘോഷപ്രകടനം തുടങ്ങിക്കഴിഞ്ഞു. മെയ് 4-ന്റെ പുലരിക്കായി കാത്തിരിക്കുന്ന സ്റ്റാറ്റസുകളാണ് എല്ലായിടത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വലിയ പ്രതീക്ഷ എക്സിറ്റ് പോളുകളിൽ പുലർത്തുന്നു. അവർ ഇതിലും വലിയ വിജയമുണ്ടാകുമെന്ന് കൂടി ചില നേതാക്കൾ പറഞ്ഞു വെക്കുന്നുമുണ്ട്. ഏതായാലും LDF ക്യാമ്പ് ഈ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുന്നില്ല. ഇന്നലെ നമ്മോട് സംസാരിച്ച ബിനോയ് വിശ്വം ജനങ്ങളിലാണ് വിശ്വാസമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. K മുരളീധരൻ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് എക്സിറ്റ് പോൾ പ്രവചനം യാഥാർത്ഥ്യമാകാനാണ് സാധ്യത. 80-90 സീറ്റുകളിൽ UDF ജയിക്കും. പാർട്ടി തോറ്റിട്ട് പിണറായിക്ക് മുൻതൂക്കമുണ്ടായിട്ട് കാര്യമില്ലല്ലോ എന്നൊരു പ്രതികരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ജയിച്ചാൽ ടീം UDF-നാണ് ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞ് മുരളീധരൻ എക്സിറ്റ് പോൾ ഫലങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്, സ്വീകരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രധാന നേതാവ് തന്നെ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഒരു ഉത്കണ്ഠയും CPM-ന് കേരളത്തിലെ ഫലം സംബന്ധിച്ചില്ല എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. കേരളത്തിൽ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സർവേ തന്നെ വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ ന്യൂസ് 8-ന്റെ സർവേയിലടക്കം പിണറായി വിജയൻ ഏറ്റവും അധികം പിന്തുണ, ആര് മുഖ്യമന്ത്രിയാകണമെന്ന ചോദ്യത്തിന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന നിർദ്ദേശമാണ് ഏറ്റവും അധികം പേരിൽ നിന്ന് ഉണ്ടായത്. അധികാരത്തിൽ എത്തും ഈ സർവേ മറ്റു തരത്തിലാണ് MV ഗോവിന്ദൻ വ്യാഖ്യാനിക്കുന്നത്. 68 സീറ്റ് വരെ പ്രവചിക്കും, 69 സീറ്റ് വരെ പ്രവചിക്കുമ്പോൾ സ്വാഭാവികമായും കേവല ഭൂരിപക്ഷം 2 സീറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ സർവേ തന്നെ 3% വരെ തെറ്റുണ്ടാകാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 7-8 സീറ്റ് വീണ്ടും അധികം ലഭിച്ചേക്കാം. ആ ഒരു സാധ്യതയാണ് MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് തന്നെ സർവേ വ്യക്തമാക്കുന്നു. എങ്കിലും ഈ സർവേ അതേപടി വിശ്വസിക്കുന്നില്ല. എക്സിറ്റ് പോളിന്റെ ഉള്ളിൽ തന്നെ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നുള്ളത് തന്നെയാണ്. ഇടതുമുന്നണി അധികാരത്തിൽ കൊണ്ടുവരുന്ന പരസ്യ പ്രഖ്യാപനത്തിന്റെ ഉള്ളറയാണ് സർവേ എന്നാണ് MV ഗോവിന്ദന്റെ പരാമർശം. പിണറായി വിജയനെതിരായ വികാരമില്ല, സർക്കാരിനെതിരായ വികാരമില്ല, ഒരു റിപ്പോർട്ടിനെയും അല്ല വിശ്വസിക്കുന്നത്, ജനങ്ങളെയാണ് വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഈ സർവേയിൽ തങ്ങൾക്ക് അനുകൂലമായ പോസിറ്റീവായ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് CPM നേതൃത്വം കണക്കുകൂട്ടുന്നതാണ് MV ഗോവിന്ദന്റെ വാക്കുകളിൽ ഉള്ളത്. BJP ആകട്ടെ ഇതുവരെ കാര്യമായ പ്രതികരണം BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ 7 സീറ്റ് വരെയെന്നും 14 സീറ്റ് വരെയെന്നും ഒക്കെ പ്രവചിക്കുന്ന സർവേകളുണ്ട്. ചുരുങ്ങിയത് 2 സീറ്റ് തിരുവനന്തപുരത്ത് നിയമവും കഴക്കൂട്ടമെങ്കിലും BJP ജയിക്കും. ന്യൂസ് 8 സർവേയൊക്കെ അതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ BJPക്കും ആശ്വസിക്കാനുള്ള വകയുണ്ട്. പുറത്തു വന്ന സർവേ അനുകൂലമെന്ന് CPM-ഉം ഇതിനും മെച്ചപ്പെട്ട വിജയമുണ്ടാകുമെന്ന് UDF-ഉം പറയുമ്പോൾ BJP-യും പ്രതീക്ഷയിലാണ്. ഇനിയുള്ള മണിക്കൂറുകൾ ഈ സർവേ ഫലത്തിന്റെ വിശകലനങ്ങളും വ്യാഖ്യാനങ്ങളും പലതുണ്ടാകും. കാത്തിരിപ്പിന്റെ കൂടി മണിക്കൂറുകളാണ് ഇനിയുള്ളത്. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.